ലൈംഗിക ചൂഷണത്തിനിരയായിട്ടുള്ള പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ഇൻസിഡന്റിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ പ്രതികരിക്കാനായിട്ടേ പറ്റിയില്ല. ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ ഞാനങ്ങ് സ്റ്റക്ക് ആയിപ്പോയി. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, സൗണ്ട് പുറത്തു വരുന്നുണ്ടായിരുന്നില്ല, അനങ്ങാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ. എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നതെന്നുള്ളത് നോക്കാം. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ലൈംഗിക ചൂഷണം മിക്കവാറും നേരിടുന്നതെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്നായിരിക്കുമല്ലോ. അപ്പൊ അവിടെ തന്നെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഓൾറെഡി കണക്ട് ആയി കിടക്കുകയാണ്. അവരെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടിട്ടാണല്ലോ ആ ഒരു സ്ഥലത്ത് നമ്മൾ അവർ എത്തിപ്പെടുന്നതെന്ന് പറയുന്നത്. അവർ ടച്ച് ചെയ്യുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിലായിരിക്കും. മറ്റാരും ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു പാർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇത് എന്ത് ടൈപ്പ് ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സെർച്ചിങ് മോഡിലായിരിക്കും മൈൻഡ്. ആങ്സൈറ്റി നന്നായിട്ട് പീക്കായിട്ട് എത്തുകയും അവിടെ വെച്ചിട്ട് 3 ഓപ്ഷൻ ആണല്ലോ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്: ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്രീസ്. ഇതിനകത്ത് ഫൈറ്റ് മോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് മെക്കാനിസം മൈൻഡിനില്ല. ഫ്ലൈറ്റ് മോഡിലോട്ട് പോയിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് മൈൻഡ് എന്ന് പറയുന്നത് ഫ്രീസ് മോഡിലായി തീരും. ഫ്രീസ് മോഡിലാകുന്ന സമയത്ത് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് വളരെ കുറവായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒച്ചത്തിൽ സൗണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. സ്റ്റക്ക് ആയിട്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, അത് തന്നെ. ചില വ്യക്തികളിൽ ഈ ഫ്രീസ് മോഡിൽ നിന്നും പതുക്കെ ഫ്ലോ മോഡിലേക്ക് മൈൻഡ് സ്വിച്ച് ആയിട്ട് വരും. ഫ്ലോ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് അവരുടെ മൂവ്മെന്റിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡി മൂവ്മെന്റ്സും അറിയാതെ വന്നു തുടങ്ങിയൊക്കെ ചെയ്യും. കാരണം ഈ ടച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ജഡ്ജ് ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിട്ടാണല്ലോ. നമുക്ക് പെയിൻ ഉണ്ടാവുന്നില്ല, നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഒന്നും ഒരുപക്ഷെ ഉണ്ടാകുന്നുണ്ടായിരിക്കത്തില്ല. ആ സമയത്തിന് നമ്മളുടെ മൈൻഡിൽ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഫീഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രീസ് മോഡിൽ നിന്നും ഫ്ലോ മോഡിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ വ്യക്തി എന്താണ് ജഡ്ജ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അവരത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഫൈനൽ എൻഡിങ്ങിൽ ഈ വ്യക്തിക്ക് കിട്ടുന്നത് പ്ലഷർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതല്ല ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ പേടിപ്പിച്ചോ ഫോഴ്സ്ഫുള്ളി ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, പെയിൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ഷനോട് ഫിയർ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് മോഡിൽ പോകാനായിട്ടാണ് ചാൻസ്. അതായത് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഇതിന് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം, എതിർക്കണം എന്നൊക്കെ തോന്നുമ്പോഴാണ് ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവുന്നത്. നമ്മൾ ആരിലും ഇതൊന്നും നാച്ചുറൽ ആയിട്ട് ഫോം ആയിട്ട് കിടപ്പില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായി ആണ് പതുക്കെ പതുക്കെ ഇത് മൈൻഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും.